ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 1974 എനിക്ക് കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. പിന്നെ 78 കർത്താവിന് ജലത്തിൽ സാക്ഷീകരിച്ചു. പിന്നെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വന്നു. സഭാ ശുശ്രൂഷയെക്കാളും ഏറെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ പബ്ലിക്കായിട്ടുള്ള പരസ്യങ്ങളും ഇങ്ങനെ വാക്യങ്ങൾ എഴുതി കാണിക്കലും അങ്ങനത്തെ നടന്നുള്ള സുവിശേഷ പ്രവർത്തനമായിരുന്നു ആയിരുന്നു. ഫിലിം പ്രദർശനം ഉണ്ടായിരുന്നു. ഓക്കെ. അന്നേരം വിവിധ സ്ഥലങ്ങളിൽ പോയി ഫിലിം പ്രദർശനം നടത്തി അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രകളിൽ എപ്പോഴെങ്കിലുമൊക്കെ എതിർപ്പുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഈ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലോ, ചെണ്ട ഒട്ടി ഓടിച്ചെന്ന്. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് പുള്ളി എപ്പോഴും തിരുവുകളിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന ഒരു പരസ്യയോഗത്തിൽ സ്പെഷ്യലായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതെങ്ങനെ പ്രാക്ടീസ് ആയത്? അതെങ്ങനെ പപ്പയുടെ പിതാവിൻ്റെ ആ ഒരു പാത കണ്ടും കേട്ടും വളർന്നത് എങ്ങനെയാണ്? ചെറുപ്രായത്തിൽ എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ കൂടെ വരുമായിരുന്നു? അതായത് അവൻ ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പരസ്യത്തിന് പോകുമ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും താല്പര്യം അവൻ ഇതായിരുന്നു. വലിയ ഒരു ഏരിയ, ചുറ്റുപാട് വീടുകളുണ്ട്, പുറത്തൊറ്റ കുഞ്ഞുങ്ങളില്ല. എന്നാൽ വീട്ടിലിരുന്ന ആളുകൾ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിർത്തി ഞങ്ങൾ സുവിശേഷം പറയാനായിട്ട് ഇത് ചെയ്തു. പക്ഷെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെണ്ട കൂട്ടുന്നതായിട്ട് ഞങ്ങൾ കേട്ടു. പക്ഷേ വീട്ടിലെന്തെങ്കിലും കാര്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ചെണ്ട കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. പള്ളികൾ ഒരുപാടുള്ള ഒരു ഗ്രാമമാണ് പള്ളിപ്പാട്. അപ്പർ കുട്ടനാടിൻ്റെ കുമ്മനാടെന്നറിയപ്പെടുന്ന ഒരു പെന്തക്കോസ് ഗ്രാമം കൂടിയാണ്. ഒട്ടേറെ പള്ളികൾ. ഈ പള്ളിപ്പാടിൽ സുവിശേഷ ദൗത്യവും സത്യവും എത്തിയിട്ട് ഏകദേശം 1 നൂറ്റാണ്ടിലേറെയാകുന്നു. ആ 1 നൂറ്റാണ്ടിലേറെ ഇവിടെ സുവിശേഷ ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചവർ ഏറെയാണ്. കഷ്ടപ്പെട്ടവർ, പ്രയാസപ്പെട്ടവർ, അവഗണനയേറ്റവർ, പലരും തള്ളിപ്പറഞ്ഞവർ, ഇവിടെ നിന്ന് സുവിശേഷ പ്രവർത്തനം മാത്രം മതിയെന്ന് പറഞ്ഞ് ഇവിടെ എരിഞ്ഞടഞ്ഞവർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പള്ളിപ്പാട് പള്ളികളുടെ നാടായി. പള്ളിപ്പാടിനെ ഏറെ സുവിശേഷീകരിച്ച ഒരു സുവിശേഷ പ്രവർത്തകനാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട പാസ്റ്റർ ബ്ലസ്സൻ ഡാനിയൽ. അദ്ദേഹത്തോടൊപ്പം നമ്മൾ കുറച്ച് സമയം ഒരു ആത്മീയയാത്ര നടത്തുകയാണ്. എന്നോടൊപ്പം പാസ്റ്റർ ബ്ലസ്സൻ ഡാനിയലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുഡ് ന്യൂസിൻ്റെ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജോസ് ജോൺ കായംകുളമുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഒരു സുവിശേഷ യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ പ്രിയപ്പെട്ട പാസ്റ്റർ ബ്ലസ്സൻ ഡാനിയലിൻ്റെ അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട എല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ ബ്ലസ്സൻ ഡാനിയൽ, നമസ്കാരം. സുവിശേഷ പ്രവർത്തനത്തിൽ യാത്ര ചെയ്തിട്ട് ഏകദേശം 1/2 നൂറ്റാണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. ഏകദേശം ആ യാത്രയിൽ ജീവിതത്തിൽ ആദ്യമായി സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങാനുണ്ടായ കാരണമെന്ത്? ഞാൻ മനസ്സിലാക്കുന്നു, നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ജോലിയോടൊപ്പം അതിനുശേഷം ഗൾഫ് രാജ്യങ്ങളിലും അവിടെ ജോലിയായിരുന്നപ്പോഴാണ് അതെല്ലാം മാറ്റിവെച്ചിട്ട് സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുഭവങ്ങളൊന്ന് പറയാമോ? ഞാൻ 1974 വടക്കേ ഇന്ത്യയിൽ പോയി അവിടെ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. 1974 സെപ്റ്റംബർ 1 രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം ഞാൻ ഡൽഹിക്ക് കടന്നു പോകുന്നു. ഡൽഹി വെച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പാസ്റ്റർ KT തോമസ് അവറുകളുടെ കൈക്ക് സ്നാനമേറ്റു. അതിനുശേഷം 81 കർത്താവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. അങ്ങനെ ഇത് 83 ഞാൻ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നു. എൻ്റെ അമ്മാച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ എന്തായിരുന്നു ജോലി? അവിടെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എന്തായിരുന്നു ജോലി? നോർത്ത് ഇന്ത്യയിൽ ഒരു ഓഫീസ് ക്ലർക്കും പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഗൾഫിൽ 83 മാർച്ചിൽ പോകുന്നത്. അപ്പോൾ യേശുവിനെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞത് ആരിലൂടെ ആയിരുന്നു? യേശുവിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഈ മഹാരാഷ്ട്രയിലെ വർധ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ പുൽഗാവിൽ അവിടെ വെച്ച് ഞാൻ അവിടെ എൻ്റെ അമ്മാച്ചൻ്റെ കൂടെ താമസിക്കുമ്പോൾ
പിന്നെ ഈ അവിടെ മാവേലിക്കരക്കാരനായ ഒരു മാവേലിക്കരക്കാരനായിട്ടുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവാണ്. ഈ രാജൻ എന്ന് പറയുന്ന ഒരാളെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലെ അവിടെ യോത്മാളിൽ പഠിക്കുന്നുണ്ട്. അന്നേരം അദ്ദേഹം ഈ ആഴ്ചയിൽ ഒരിക്കൽ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ അവിടെ വീട്ടിൽ വരും. വന്നു കഴിഞ്ഞാൽ എന്നോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം ഓർത്തഡോക്സുകാരനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഓർത്തഡോക്സിൽ തന്നെയാണ്. പക്ഷേ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചുകൊണ്ട് ഞാനൊരു മിഷണറിയായി. ഓക്കെ. ആദ്യത്തെ സഭ ഏതാണ്? ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം സുവിശേഷ പ്രവർത്തനം തുടങ്ങിയ ആദ്യത്തെ സഭ ഏതായിരുന്നു? എങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 2000 ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കരുവാറ്റ BCECയിൽ ഞാൻ 3 വർഷം പഠിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കുമ്പനാട്ട് 1 വർഷം PG കോഴ്സ് എടുത്തു. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിൽ ഈ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പോയി. അന്നേരം എൻ്റെ ചിന്ത എനിക്ക് സഭാചാർജ് വേണ്ട, ഇങ്ങനെ സുവിശേഷം പറഞ്ഞങ്ങ് പോയാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു. പിന്നീടാണ് ഇതുപോലെ ഈ ഓരോരുത്തരത്ത് പോയി പ്രവർത്തിച്ച് എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്ന മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സ്വന്തമായിട്ട് പ്രവർത്തിച്ച് അങ്ങനെ ഇത് ചെയ്തു. പക്ഷേ അവിടെ ഈ ആൾക്കാർ വന്നു, പക്ഷേ ഹോളില്ല, സെമിത്തേരി ഇല്ല. ആ ഒരു കാരണത്താൽ ആൾക്കാർ വന്നവരെല്ലാം അവർ അങ്ങ് തിരിച്ചുപോയി. അങ്ങനെയുള്ള ഇത് വന്നു. ഞാൻ ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററുമായിട്ട് ചേർന്നിട്ട് പിന്നെ പാസ്റ്റർ എബ്രഹാം ജോർജ് IPC ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററുമായിട്ട് ചേർന്നിട്ട് പാസ്റ്റർ എബ്രഹാം ജോർജ് എനിക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകളൊക്കെ തന്നു. ആദ്യത്തെ എൻ്റെ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടോള് മാർക്കറ്റ് എന്ന് പറയും. ഈ കാലയളവിൽ എത്ര സഭകൾ ശുശ്രൂഷ ചെയ്തു? അതിനുശേഷം പട്ടോളി മാർക്കറ്റിന് ശേഷം ഞാൻ കരുവാറ്റ കുറിച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് പിന്നെ ആലപ്പുഴ കളർകോട്ട് പോയി. അതിനുശേഷം അവസാനമായി എവിടെയായിരുന്നു ശുശ്രൂഷ? അവസാനമായിട്ട് പിന്നെ ഇവിടെ പള്ളിപ്പാട്ട് തന്നെ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു കൂടിവരം ഉണ്ടായിരുന്നു. അവിടുത്തെ ശുശ്രൂഷകനായിരുന്നു. പിന്നെ എനിക്ക് സുഖമില്ലാതെ വന്നത് നിമിത്തം ഞാൻ പിന്നെ ഈ സഭാചാർജ് 2025 വിട്ടിപ്പം ഭവനത്തിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ എൻ്റെ മാതൃസഭയായിരിക്കുന്ന IPC പെനിയൽ പള്ളിപ്പാട് അവിടെ സഭായത്തിനും ഉപവാസ പ്രാർത്ഥനയ്ക്കും എല്ലാം ഇങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുമായിരുന്നു? സഭാ ശുശ്രൂഷയാണോ അല്ല സുവിശേഷം അറിയിക്കലായിരുന്നു? അതെന്തുമായിരുന്നു? എനിക്ക് സഭാചാർജില്ലോ അതിനെക്കാട്ടിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കരുവാറ്റയിൽ പഠിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ പഠിച്ച പിന്നെ ഇറങ്ങിയവരെ ഞാൻ ഇവിടെ വീട് എടുത്തിട്ട് അവിടെ താമസിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനം ചെയ്യും. ഈ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് അതിരാവിലെ വാക്യം വിളിച്ചു പറഞ്ഞു പോകുന്നത്. അത് എൻ്റെ ഉള്ളിലൊരു ഹരമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സുവിശേഷ പ്രവർത്തകർ ഇങ്ങനെ ഈ പള്ളിപ്പാട്ട് ഗ്രാമം തോറും ഇങ്ങനെ അതിരാവിലെ വാക്യം വിളിച്ച് പറഞ്ഞു പോകുന്നു. കേട്ടാ നമ്മൾ ഉണരുന്നത് ആന്നു. അന്നേരം അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അങ്ങനെ ആവണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പരസ്യമായ സുവിശേഷം നടത്തണം, ഇങ്ങനെ വിളിച്ചു പറയണം. അന്നേരം അങ്ങനെ എൻ്റെ കൂടെ വന്ന ആ സുവിശേഷ പ്രവർത്തകരെ കൂടെ ഞാൻ കൂട്ടിക്കിട്ടെ ഞാനൊരു ഹാൻഡ് മൈക്ക് മേടിച്ചിട്ട് ആദ്യമേ അത് ആ സമയത്ത് വണ്ടിയില്ല, ഞാൻ സൈക്കിളിൽ ആ ഹാൻഡ് മൈക്ക് വെച്ച് കെട്ടിയിട്ട് സൈക്കിൾ ഉണ്ടായിരുന്നു സൈക്കിളിൽ കെട്ടി അത് അതിരാവിലെ ഞങ്ങൾ 5 മണിക്ക് ഇവിടുന്ന് പോയി ഈ നടന്നു പോകാൻ പറ്റുന്ന ഭാഗങ്ങളിലെല്ലാം പോയി ഈ സൈക്കിൾ ഉരുട്ടി ഈ വാക്യം വിളിച്ചു പറഞ്ഞ് പോവായിരുന്നു. പിന്നീട് എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റേൽ വാക്യം എഴുതിയിട്ട് ഈ ഇലക്ട്രിക് പോസ്റ്റയിലെല്ലാം അത് സ്ഥാപിച്ച് അത് എത്ര വർഷത്തിന് മുമ്പായിരിക്കും അങ്ങനത്തെ ഒരു ചിന്ത വന്നേ? ഇതൊക്കെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ 25 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. 25 വർഷത്തിന് മുമ്പേ പബ്ലിസിറ്റി ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ചെയ്തത് അന്നേ അച്ചായന് വാക്യം എഴുതി നമ്മുടെ ഈ വൈദ്യുതി കാലുകളിലെല്ലാം ഇങ്ങനെ വെച്ച് കെട്ടിവെക്കുമായിരുന്നു അല്ലേ? കെട്ടിവെക്കുമായിരുന്നു. അങ്ങനെ അത് അനേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഫ്ലെക്സിന്റെ കാലയളവ് വന്നു കഴിഞ്ഞപ്പം ഫ്ലെക്സ് ബോർഡ് വലുതായിട്ട് ഇത് ചെയ്തിട്ട് അതിൽ വാക്യം പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട്
ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി കാരണം ഒരു മദ്യപാനി റോഡിൽ കിടക്കുന്നത് ഒരു പടം അതിനകത്ത് ഇത് ചെയ്തിട്ട് മദ്യം നിങ്ങൾ കഴിക്കരുത്, മദ്യം ഹാനികരമാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ മിക്കവാറും എല്ലായിടും കൊണ്ടുപോകുക. മിക്കവാറും ഈ ഷാപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് വെക്കാറുള്ളത്. അങ്ങനെ കൊണ്ടുവച്ച് അത് അങ്ങനെ ഇത് ചെയ്തു. അന്നേരം ആ സമയത്തേക്ക് ഈ വണ്ടി കിട്ടി. വണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു ടീമിൻ്റെ പ്രവർത്തനം ഇത് ചെയ്തു. ടീമിൻ്റെ പ്രവർത്തനത്തിൽ ടീമിന് വേണ്ടിയിട്ട് എന്നെ കൈത്താങ്ങൽ നടത്തിയത് പിന്നെ എൻ്റെ കൂടെ ഷാർജയിലുണ്ടായിരുന്ന ഒരു സഹോദരനെ, ഈ സഹോദരൻ ഇവരുടെ കരിപ്പഴക്കാരനാണ്, ഈ സാബു ജോൺ എന്ന് പറയും. അദ്ദേഹം ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഇപ്പം ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ട് ഡോക്ടർ സാബു ജോൺ എന്ന് അറിയപ്പെടും. താബോറിൽ കൂടുന്നു അദ്ദേഹം. താബോറിലെ പിന്നെ നമ്മുടെ ഗ്രന്ഥകാരനായിട്ടുള്ള അവിടുത്തെ വേദാധ്യാപന സാബു ജോൺ അദ്ദേഹത്തിന്റെ കുരിന്ത്യ ലേഖന പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് തന്നെ. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. സഭാ ശുശ്രൂഷയെക്കാളും ഏറെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ പബ്ലിക്കായിട്ടുള്ള പരസ്യങ്ങളും ഇങ്ങനെ വാക്യങ്ങൾ എഴുതി കാണിക്കലും അങ്ങനത്തെ നടന്നുള്ള സുവിശേഷ പ്രവർത്തനമായിരുന്നു ആയിരുന്നു. ഫിലിം പ്രദർശനം ഉണ്ടായിരുന്നു. ഓക്കെ. അന്നേരം വിവിധ സ്ഥലങ്ങളിൽ പോയി ഫിലിം പ്രദർശനം നടത്തി അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രകളിൽ എപ്പോഴെങ്കിലുമൊക്കെ എതിർപ്പുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഈ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലോ, ചെണ്ട ഒട്ടി ഓടിച്ചെന്ന്. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അത് നേരിട്ടു. അത് എവിടെയായിരുന്നു? അതായത് എണ്ണക്കാടിനടുത്ത് പിന്നെ ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പരസ്യവും നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു ഓപ്പൺ ഏരിയ, ഭയങ്കരമായിട്ടുള്ള വലിയൊരു ഏരിയ, ചുറ്റുപാട് വീടുകളുണ്ട്, പുറത്തൊറ്റ കുഞ്ഞുങ്ങളില്ല. എന്നാൽ വീട്ടിലിരുന്ന് ആളുകൾ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിർത്തി ഞങ്ങൾ സുവിശേഷം പറയാനായിട്ട് ഇത് ചെയ്തു. പക്ഷെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെണ്ട കൂട്ടുന്നതായിട്ട് ഞങ്ങൾ കേട്ടു. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും കാര്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ചെണ്ട കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. 2 കൊച്ചു പിള്ളേർ, ഒരു 12 വയസ്സ് കാണും, അതുപോലെ 2 പിള്ളേർ. ഒരാളെ ഈ ശംഖൂതിയിട്ട് ഒരാളിങ്ങനെ ചിഞ്ചില്ലം കൊട്ടി ഇങ്ങനെ റോഡിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു. അപ്പോഴത്തേക്ക് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളിനോട് പറഞ്ഞു നിർത്തിക്കുമെന്ന് പറഞ്ഞു. നിർത്തി ഞങ്ങൾ പെട്ടെന്ന് അതിനകത്ത് പിന്നെ എല്ലാം വെച്ച് ഇത് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിരുന്നു. അപ്പം ഒരാൾ ബൈക്കേ വന്നിച്ച് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പോയിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെണ്ട കൊട്ടി ഓടിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ ഓടി ചെണ്ട കൊട്ടി ഓടിച്ചെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ. ഇതുപോലെ വേറെ ഏതെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ കള്ളുഷാപ്പിൻ്റെ മുമ്പിലും മറ്റുമൊക്കെ ഇതൊക്കെ വെക്കുമ്പോഴുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കള്ളുഷാപ്പിൻ്റെ മുമ്പിൽ വെച്ച് എതിർപ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ആലപ്പുഴയ്ക്ക് വടക്കൊരു സ്ഥലത്ത് ഞങ്ങൾ പരിശോധന പോയി കഴിഞ്ഞപ്പോഴേ ഈ RSSകാരാന്ന് തോന്നുന്നു, അവർ വന്നു വെച്ചേ എൻ്റെ ജനറേറ്ററിൻ്റെ ഈ എന്താ ഫിൽറ്ററിൻ്റെ അടപ്പ് അത് ഊരി കളഞ്ഞു. നല്ല ഒന്നാന്തരം ഒരു മൈക്രോഫോൺ ഉണ്ടായിരുന്നു, അത് അവന്മാർ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കണ്ടു നിർത്തിയില്ല. ഇപ്പോൾ സുഖമില്ലാതെ ഇപ്പോൾ ആയിരിക്കുന്ന കാലത്തിന് മുമ്പ് എത്ര കാലഘട്ടമായിരുന്നു സുവിശേഷ ഇങ്ങനത്തെ പരസ്യ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ എത്ര വർഷം ചെയ്തിട്ടുണ്ടാവും? ഒരു 21 മുതൽ ഏതാണ്ട് ഒരു 21ാമത്തെ വയസ്സ് മുതൽ അല്ലല്ല 2001 മുതൽ ഏതാണ്ട് ഒരു 2020 വരെ ഇങ്ങനെ ഇതിനോട്ടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ പള്ളിപ്പാട് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ഏരിയകൾ മിക്ക ഗ്രാമങ്ങളിലും പോയിട്ടുണ്ട്. പള്ളിപ്പാട്, ഹരിപ്പാട്, കരുവാറ്റ, മുട്ടം, കരിപ്പുഴ, ഈ ചെന്നിത്തല, ഈ ഭാഗങ്ങളെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ പിന്നെ SP ഓഫീസിൽ പോയി മൈക്ക് സാങ്ഷൻ മേടിച്ചിട്ട് 1 മാസത്തെ മൈക്ക് സാങ്ഷൻ മേടിച്ചിട്ട് ആലപ്പുഴ ജില്ല മൊത്തമായിട്ട് അന്നേരം അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയി പരസ്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പോയ സ്ഥലങ്ങളിലെല്ലാം ദൈവസഭകൾ ഉണ്ടോ? ദൈവസഭകളുണ്ട്, ഓൾറെഡി ഉണ്ട്. അവിടെയുള്ള സഭകളുടെ സപ്പോർട്ടൊക്കെ ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. യെസ്. ഓക്കെ. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ള മക്കൾ, അങ്ങനെ ആ സാഹചര്യം ഒന്ന് പറയാമോ?
ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 1974 എനിക്ക് കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. പിന്നെ 78 കർത്താവിന് ജലത്തിൽ സാക്ഷീകരിച്ചു. പിന്നെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വന്നു. IPCയുടെ നോർത്തേൺ റീജിയൻ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ KT തോമസ് പാസ്റ്ററാണ് അദ്ദേഹം എന്നെ സ്ഥാനപ്പെടുത്തിയത്. അതെ, തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിലെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ആരാധനയ്ക്ക് അവിടെ ആയിരുന്നു കൂടിക്കൊണ്ടിരുന്നത് അല്ലേ ആദ്യകാലം? അല്ല, ഞാൻ ഗാസിയാബാദിലായിരുന്നു ഞാൻ ഇരുന്നത്. അന്നേരം സാഹിബാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കൂടിവരവുണ്ട് IPCയുടെ. അവിടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. വൈഫ്, മക്കള്, അങ്ങനെ അത് പറയാമോ? എനിക്ക് ഭാര്യ എടുത്തുവായിരുന്ന വിവാഹം കഴിച്ചത്. പിന്നെ ഒരു മോനേ ഉള്ളൂ, ഫെയ്ത്ത് ബ്ലസ്. നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗകൻ, ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ പള്ളിപ്പാടിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ അച്ഛന് എന്തോ അതിനെപ്പറ്റി പറയാൻ എന്നാ ഉള്ളത്? പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 9 വർഷം മക്കളില്ലാതിരുന്നത്. പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പൈതല. അപ്പോൾ ഞങ്ങൾ ഒരു ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ദൈവം ഒരു ആൺപൈതലിനെ തന്നാൽ കർത്താവിനെ വേണ്ടിയിട്ട് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. അവന് ഇഷ്ടമായിരുന്നു. പഠിക്കുന്ന സമയത്ത് അവന് ഉഴപ്പുമായിരുന്നു. ഉഴപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, മോനെ നിൻ്റെ ഉദ്ദേശം എന്തുവാ? അപ്പം പറഞ്ഞു, ഞാൻ ഈ 12th പാസ്സായതിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോയിക്കോളാമെന്ന്. അങ്ങനെ ഓരോ വർഷം ഇരിക്കും തോറും ഞാൻ ചോദിക്കും, ഉദ്ദേശം എന്തുവാ, നിൻ്റെ ഭാവി എങ്ങനെയാ? അന്നേരം നമുക്ക് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ പ്രതിഷ്ഠയെക്കുറിച്ച് അവൻ ഓർപ്പിക്കും അല്ലേ? അപ്പനെ മാതാപിതാക്കളുടെ പ്രതിഷ്ഠ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കും എന്താ. അപ്പം പറഞ്ഞ് ഞാൻ പിന്നെ 12 കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ പോയി 12 കഴിഞ്ഞപ്പം ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലാണ് പഠിച്ചത്. അവിടെ പോയി അവിടെ 4 വർഷം പഠിച്ചു. അതിനുശേഷം പിന്നെ കുമ്മനാട് PG കോഴ്സും കഴിഞ്ഞു. അതിനുശേഷം അവിടെ ആയൂരുള്ള എവനേസറിൽ MD കഴിഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ആദ്യമത്തെ മോൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ ആലപ്പുഴയായിരുന്നു. പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, പുള്ളി എപ്പോഴും തിരുവുകളിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന ഒരു പരസ്യയോഗത്തിൽ സ്പെഷ്യലായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതെങ്ങനെ പ്രാക്ടീസ് ആയത്? അതെങ്ങനെ പപ്പയുടെ പിതാവിൻ്റെ ആ ഒരു പാത കണ്ടും കേട്ടും വളർന്നത്? അതെങ്ങനെയാണ്? ചെറുപ്രായത്തിൽ എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ കൂടെ വരുമായിരുന്നു? അതായത് അവൻ ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പരസ്യത്തിന് പോകുമ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും താല്പര്യം അവൻ ഇതായിരുന്നു. അന്നേരം ആ ഒരു രീതിയിൽ വന്ന് പിന്നെ എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച സാറുമാർ എൻ്റെ കൂടെ പരസ്യത്തിന് വന്നിട്ടുണ്ട്. ഈ കരുവാറ്റ പഠിപ്പിച്ച സാറുമാർ ഇവിടെ ഈ എറണാകുളത്തിനടുത്ത് നമ്മുടെ ഈ എന്താ IPCയുടെ പ്രസിഡൻ്റായിരുന്ന KM ജോസഫ് പെരുമ്പാവൂര് പാസ്റ്റർ പെരുമ്പാവൂര് പിന്നെ ഉള്ള ഒരു TA തമ്പി അദ്ദേഹം എൻ്റെ കൂടെ പരിശോധന വന്നിട്ടുണ്ട്. TA തമ്പി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള TA തമ്പി ആയിരുന്നു? അല്ലല്ല, ഓക്കെ, മനസ്സിലായി. സെൻട്രൽ ഭാഷ ആയിരിക്കുന്ന TA തമ്പി. അതെ. അതായത് ഇപ്പൊ നെടുമ്പാശ്ശേരിയിലെ സെൻട്രൽ ഭാഷ. അത് തന്നെ. ഓക്കെ. അന്നേരം അദ്ദേഹം എൻ്റെ കൂടെ പരിശോധന വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഫെയ്ത്ത് ബ്ലസൻ അച്ചാൻ്റെ കൂടെ എല്ലാ ഈ സുവിശേഷ പരസ്യങ്ങൾക്കൊക്കെ കൂടെ വന്ന് കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് സുവിശേഷ പ്രവർത്തനവുമായി പരിശോധന വരുമായിരുന്നു. പിന്നെ രാത്രികളിലാണ് ഞങ്ങൾ ഈ പിന്നെ ബോർഡുകൾ സ്ഥാപിക്കാൻ പോകുന്നത്. അന്നേരം ആ ബോർഡുകൾ സ്ഥാപിക്കാൻ വരുമ്പോൾ രാത്രി ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. യെസ്, കൂടെ പിന്നെ സൈൻ ബോർഡുകൾ വെക്കുന്നതിന് വേണ്ടി വെക്കുന്നതിനും എല്ലാ കാര്യത്തിലും.
ആദ്യമായിട്ട് ഫെയ്ത്ത് ബ്ലസ്സൻ പാസ്റ്റർ പ്രസംഗിച്ച സ്ഥലം ഓർമ്മയുണ്ടോ? എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അറിയത്തില്ല. ഓക്കെ. പരസ്യത്തിന് പ്രസംഗിക്കുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ അവന് ആ ഒരു ഇതുള്ളതുകൊണ്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ട് പോകും. ഓക്കെ. അന്നേരം എവിടെ പോയെന്നൊന്നും അതെനിക്കറിയത്തില്ല. ഓക്കെ. മകനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പല പല സ്റ്റേജുകളിലും പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒട്ടേറെ പേരെ സുവിശേഷീകരിക്കുന്നതിന് വേണ്ടി ദൈവം നല്ലൊരു മിഷണറി ആയിട്ട് പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിനെ വേർതിരിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃപ. യെസ്, ദൈവത്തിൻ്റെ കൃപ. യെസ്. ഓക്കെ. അച്ഛന് ഏറ്റവും മനസ്സിൽ പ്രയാസകരമായ എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ ഒരു വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ അച്ഛന് പറയാനുള്ളത്? ഇതിന് ഓർമ്മയുണ്ടോ എന്ന് പറയാൻ? എനിക്ക് അങ്ങനെ പ്രയാസപ്പെടുത്തിയതായിട്ടുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ദൈവം സഹായിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. എന്നാലും മനസ്സിനെ ഉലച്ച എന്തെങ്കിലും? മനസ്സിനെ ഉലച്ച വിഷയങ്ങളെന്ന് പറഞ്ഞ് ഈ സഭാപരമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ചിലപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭാരം ഉണ്ടാവും. ഓക്കെ. അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. നമ്മുടെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഫെയ്ത്ത് ബ്ലസ്സിൻ്റെ വൈഫ് അവർ പ്രയാസകരമായ അവസ്ഥയിലൂടെ പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തോ അച്ഛന് പറയാനുള്ളത്? അല്ല, പോയിട്ടുണ്ട്. വളരെ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും പറയും, ഈ പണത്തിൻ്റെ ഇതോ മരുന്നിൻ്റെ ഗുണമോ ഡോക്ടർമാരുടെ കഴിവോ അല്ല. സ്വർഗത്തിലെ ദൈവം പിടിച്ചതാ. ലോകമെമ്പാടുമുള്ളവർ പ്രിയപ്പെട്ട സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം വിടുവിച്ചതിൻ്റെ ഒരു യഥാർത്ഥ അത്ഭുത സാക്ഷിയാണ് ഫെയ്ത്ത് ബ്ലസ്സൻ പാസ്റ്ററുടെ വൈഫ്. അതെ, ടിങ്കിൾ ഫെയ്ത്ത്. അതെ, ടിങ്കിൾ ഫെയ്ത്ത് അനേകർക്ക് ഇപ്പോൾ ഒരു അത്ഭുത സാക്ഷി തന്നെയാണ്. ഫെയ്ത്ത് ബ്ലസ്സൻ പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴെല്ലാം ഇത് പറയാറുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നുള്ളൊരു അത്ഭുതകരമായ വിടുതലിനെ കുറിച്ച് ഫെയ്ത്ത് ബ്ലസ്സൻ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അനേകർക്ക് അത് ആശ്വാസമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം നൽകിയ അത്ഭുതകരമായ ഒരു അനുഭവം തന്നെയാണത്. അച്ഛന് അതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ? എന്നെ പറ്റി പറയാനെന്ന് പറഞ്ഞാൽ ദൈവം മതിയാവനായിരുന്നു. പണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഇതില്ല. പക്ഷെ കർത്താവ് വിടിച്ചെങ്കിലേ വിടുതൽ കിട്ടത്തുള്ളൂ. എല്ലാം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ സ്പർശനമില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നും നടക്കത്തില്ല. അപ്പം കർത്താവാണ് ഇതുവരെ നടത്തിയത്, വിടുവിച്ചത്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഈ വിരലൊന്ന് ചലിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം, ഇല്ലെങ്കിൽ വിരൽ ചലിക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഇന്നയോളം നിൽക്കുന്നു. ഞങ്ങൾക്ക് ലോകത്തിൽ പ്രശംസിക്കുവാനൊന്നുമില്ല. ദൈവം തന്നതല്ലാതെ ജീവിതത്തിലൊന്നുമില്ല. അച്ഛൻ്റെ ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അത് എന്തുമായിരുന്നു അച്ഛൻ്റെ രോഗം? എനിക്ക് 2022 ലാസ്റ്റിലെ ഒരു സ്ട്രോക്ക് വന്നിട്ട് പിന്നെ 4 ദിവസം അവിടെ തിരുവല്ല സാഹിബിൻ്റെ അവിടെ 4 ദിവസം അഡ്മിറ്റായിരുന്നു. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പം പുറത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശുശ്രൂഷയ്ക്ക് ഞാൻ പോയി അങ്ങനെ ഇത് ചെയ്തു. അതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേ കാല് ഒന്ന് ഫ്രാക്ചറായി, സ്കൂട്ടർ കാല വീണ് ഫ്രാക്ചറായി. അതിന് ശേഷം എനിക്ക് കാല് നടക്കാൻ പറ്റാത്തയൊക്കെ ഉള്ള ഒരു അവസ്ഥ വന്നു. കാലയിൽ നീരുണ്ട്, ഇപ്പോഴും കാലിൽ നീര് മാറിയിട്ടില്ല. അന്നേരം അങ്ങനെ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ച കൊണ്ടാണ് ഇപ്പം സഭാചാരി വിട്ടത്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗ വിഷയം ഏതാ? കർത്താവിൻ്റെ വരവിനെ കുറിച്ച്. ഇപ്പം അത് കേൾക്കാനില്ല. ഇപ്പം മറ്റേ കേക്കച്ചെറിയാച്ചാന ഉള്ള സമയത്ത് കേക്കച്ചെറിയാച്ചാന് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നന്നായി സംസാരിക്കുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ? എനിക്ക് പാടാൻ അറിയത്തില്ല, എന്നാലും പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമല്ലോ. പറയും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാ. യേശു അല്ലാതെ വേറെ ആരുമില്ല അച്ഛാ. അച്ഛൻ്റെ ജീവിതയാത്രയിൽ യേശു അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും യേശുവിനെ കൂടാതെ നമുക്കൊന്നുമില്ല.
അച്ഛൻ്റെ ശാരീരികമായ പ്രയാസം കടന്നു പോകാമായിരുന്നു. ഇപ്പോഴും ഒന്നും സംസാരിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ യേശു അല്ല, സമ്പത്തായി കൂടെ ഉള്ളതുണ്ടായിരുന്നു. എൻ്റെ കൂട്ട് രോഗം വന്നവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ബന്ധു തന്നെ യെസ് സ്ട്രോക്ക് വന്നിട്ട് പെട്ടെന്ന് മാറ്റപ്പെട്ടത് എനിക്കറിയാം. യെസ് പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. ഒരു പേര് പോലെ തന്നെ ബ്ലസ്സന എന്നത് യേശു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും അച്ഛൻ ബ്ലസ്സൻ. ആ പേരെങ്ങനെയാ അച്ഛാ വന്നത്? ആ കാലത്തിൽ എന്തോ ഈ പേര് വരാനുള്ള കാരണം തന്നെ? പേര് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എൻ്റെ പിതാവ് ഇട്ട പേരാ. എൻ്റെ പിതാവ് ഇട്ടതാ. ഞാൻ ഈ ഗൾഫിലെ ഷാർജയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെ പലരും എന്നോട് ചോദിച്ചു, എടോ തനിക്ക് ഈ പേരിട്ടത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പിതാവ് എനിക്കിട്ട പേരാ. നിങ്ങളിപ്പം കളിയാക്കുന്നുണ്ടെങ്കിൽ ഒരു 25 വർഷം കഴിഞ്ഞാൽ എൻ്റെ പേരുകാരായിരിക്കും ഏറ്റവും കൂടുതൽ, ബ്ലസന്മാരായിരിക്കും ഇവിടെ കൂടുതലെന്ന്. ഇപ്പം ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്താ പേര്? ബ്ലസൻ ഇല്ലേ? യെസ്. ആ സ്പെഷ്യൽ പേര് പിതാവ് അച്ഛൻ ഇട്ടു. പക്ഷേ പിതാവായ അച്ഛൻ മോന് ഫെയ്ത്ത് എന്നിട്ടു. അതൊരു സ്പെഷ്യൽ പേരാ, ഫെയ്ത്ത്. അതെ, യെസ്. ഒരു സ്പെഷ്യൽ പേരുകൾ അതെല്ലാം ദൈവവുമായി ഏറ്റവും അടുത്ത കാര്യങ്ങളാണ്. യെസ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ബ്ലസ്സച്ചാൻ വിശ്വാസത്താൽ ഒരു മോന് വിശ്വാസത്താൽ നേടിയ ഒരു മോനെക്കുറിച്ച് പേരിട്ടു. എനിക്കറിയാം, അച്ഛൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിരുന്ന് ഒരു ഫെയ്ത്തിനെ കിട്ടി. ലോകം അറിയപ്പെടുന്ന ഒരു മിഷണറി വീരനായി. തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ അനേകർക്ക് ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, അച്ഛനെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒത്തിരി പ്രസംഗകരെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗകരാരാണ്? അല്ല, പറയാനുണ്ടോ? ഇഷ്ടപ്പെട്ട പ്രസംഗകർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരൊക്കെ മോൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴെന്താ? മോൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അത് ഈ കട്ട് ചെയ്യാതെ ഇരുന്ന് കേൾക്കും. കേട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഓക്കെ. മകൻ പ്രസംഗിക്കുന്ന ഏറ്റവും നല്ല പ്രസംഗ വിഷയം ഏതാ? പറയാൻ പറ്റുമോ? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അച്ഛാ, ഇന്നത്തെ പെന്തക്കോസ്ത് അച്ഛൻ ഇത്ര വർഷമായല്ലോ സഭ ശുശ്രൂഷകരൊക്കെ, ഈ പെന്തക്കോസ് സഭകളിൽ ഇത് വേണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു 2 കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഇന്നത്തെ പെന്തക്കോസ് സഭകളിൽ അത് വേണ്ടായിരുന്നു എന്ന് പറയാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ഒന്നും പറയാനില്ലേ? പെന്തക്കോസ്തിൽ ഉണ്ടായിരുന്ന നന്നായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ചിലരോട് പറയും, അപ്പോൾ പണ്ടത്തെ ആ കാത്തിരിപ്പ് യോഗങ്ങൾ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു പറയുന്നവരുണ്ട്. ബൈബിൾ സ്റ്റഡി സഭകളിൽ തിരിച്ചു വന്നെങ്കിൽ നന്നായിരുന്നു പറയാതെ. അതുപോലെ എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? അല്ല, ഒരു കാര്യമുണ്ട്. ബൈബിൾ സ്റ്റഡി നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ സ്റ്റഡി നല്ലതാണ്. പക്ഷേ കേൾക്കാൻ ആളില്ല. ഇപ്പം ഈ ഒരു ചർച്ചിലെ താണ്ടെ ഈ ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂള് നടക്കുമ്പോൾ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് ബൈബിൾ സ്റ്റഡി വെച്ച് കഴിഞ്ഞാൽ ആരും വരത്തില്ല. 10 മണിക്ക് സഭായം തുടങ്ങുവാണെങ്കിൽ 10:30 കയറി വരുന്നത്. ആ ഒരു സ്ഥിതിയാണ് ഇന്നത്തെ ഇത്. ആത്മീയ കോളം അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് പോയി. ഒരു പഴയ പെന്തക്കോസ് തിരിച്ചു വന്നെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. യെസ്. എന്നാലും സഭയിൽ വേണ്ട, ഇത് പാടില്ലായിരുന്നു എന്ന് പറയാനൊന്നും അച്ഛനില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യം ഏതാണ്ട് നടക്കുമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു ഇതിന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തെ ചില പ്രയാസങ്ങൾ കൊണ്ടാണ് ചിലത് പറയാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു പഴയകാല പെന്തക്കോസ് ആദ്യ അനുഭവത്തിലേക്ക് എല്ലാവരും മടങ്ങി വരട്ടെ. എല്ലാ വർഷവും കുമ്മനാട് കൺവെൻഷന് പോകാറുണ്ടോ? ഒരു കാലത്ത് പോവായിരുന്നു. ഇപ്പം വളരെ നാളുകളായി പോയിട്ട്. ശാരീരിക ക്ലേശങ്ങളൊക്കെ കൊണ്ട് പോയി. നേരത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം വണ്ടിയൊന്നുമില്ല. വണ്ടി ഓടിക്കാൻ വയ്യ. ഇപ്പം എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച് വേണം പോകേണ്ടത്. ഇപ്പം കുമ്മനാട് വരെ ഓട്ടോ പിടിച്ചിട്ട് എനിക്ക് പോയിട്ട് വരാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓട്ടോയിലും ഒരു പരിധി വരെ യാത്ര ചെയ്തു പോകുന്ന ഉടനെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത്രയും നേരം പ്രിയപ്പെട്ട ബ്ലസൻ പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒട്ടേറെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഉള്ളിനെ തട്ടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ക്രിസ്തു മാത്രമാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല സ്നേഹിതനായി
കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ട ബ്ലസ്സൻ പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നുള്ള അപേക്ഷയോടെ ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയ സുവിശേഷ യാത്രയായി നമുക്ക് കാണാം. താങ്ക് യു.